Hi dear friend, welcome to our next video. Next video നമ്മൾ കുറച്ച് ഫങ്ഷൻസും സീരിയൽ ഫില്ലിംഗ് ആണ് നോക്കുന്നത്. ഓക്കെ, ഇവിടെ സ്റ്റുഡൻസ് റിപ്പോർട്ട് അല്ല, ഞാനൊരു സാലറി റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എംപ്ലോയി സാലറി റിപ്പോർട്ടാണ്. ഇവിടെ നമ്മൾ സീരിയൽ നമ്പർ ഫില്ല് ചെയ്തിട്ടില്ല. നെയിം ഓഫ് എംപ്ലോയി, ഡിപ്പാർട്ട്മെൻറ്റ്, ലൊക്കേഷൻ, ഡെസിഗ്നേഷൻ, ബേസിക് പേ, DA, HRA, മെഡിക്കൽ അലവൻസ്, ഗ്രോസ് പേ, PF, GSI, നെറ്റ് പേ, ഇങ്ങനെ ഞാൻ കുറച്ചൊരു ലിസ്റ്റ് ഇട്ടു. കൂടുതലൊന്നുമില്ല. അപ്പം നമുക്ക് ഇവിടെ ഒരു സീരിയൽ നമ്പർ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് അറിയാം. അപ്പോൾ നമുക്ക് ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്. അപ്പോൾ സീരിയൽ നമ്പർ ഫില്ല് ചെയ്യുന്നതിന് നമ്മൾ സാധാരണ എന്തെങ്കിലും എൻ്റർ ചെയ്തിട്ട് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അത് റിപ്പീറ്റ് ചെയ്യും. ഇപ്പം ഞാൻ 1 എന്ന് കൊടുത്തിട്ട് കോപ്പി ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ 1111 എന്ന് നമ്മൾ ഈ കോർണറിൽ വരുന്ന പ്ലസ് മാർക്ക് വെച്ച് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, 111 എന്ന് വരും. അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് വന്നോ? ഇല്ല. അപ്പോൾ എനിക്കിതിൻ്റെ 1 2 3 4 എന്നാണ് വേണ്ടതെങ്കിൽ നോക്കിയേ, ഈ കോർണറിൽ മൗസ് പോയിന്റ് കൊണ്ടുവരുമ്പോൾ പ്ലസ് മാർക്ക് കിട്ടും. അപ്പം നമ്മൾ കൺട്രോൾ കീ കൂടെ പ്രസ് ചെയ്യുമ്പോൾ 2 പ്ലസ് മാർക്ക് ഉണ്ട്. നോക്കിയേ, നിങ്ങൾ കണ്ടോ, ഒരു ചെറിയ പ്ലസ് മാർക്ക് കൂടെ കണ്ടോ? അപ്പോൾ അത് ഞാൻ കൊണ്ടുവരുമ്പോൾ കണ്ടോ, അവിടെ സൈഡിൽ കാണിക്കുന്ന 14 വരെയുള്ള നമ്പർ കിട്ടി. അപ്പോൾ എന്ത് ചെയ്തു, ഞാനൊന്ന് സെൻറ്ററാക്കി വെക്കാം. കണ്ടേ, സീരിയൽ നമ്പർ വന്നു കണ്ടോ? അപ്പോൾ ഒരു നെക്സ്റ്റ് ഷീറ്റ് എടുത്തിട്ട് നമുക്ക് അതിലേക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് ഒന്ന് പഠിക്കാം. ഇപ്പം നമുക്ക് 1 താഴെ 2 കൊടുത്ത്, അപ്പോൾ ഇവിടെ സീക്വലിൻ്റെ സബ് വാല്യൂ മിഡ് വാല്യൂ വന്നിട്ടുണ്ട്. 1 2 എന്ന് വന്നത് സ്റ്റാർട്ട് വാല്യൂയും സ്റ്റോപ്പ് വാല്യൂയും വന്നതുകൊണ്ട് എന്ത് ചെയ്യും, അതിൻ്റെ കണ്ടിന്യൂസ് നിങ്ങൾക്ക് കിട്ടും. ഉണ്ടോ? 1 2 3 4 എന്ന് വന്നാണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. അല്ലെങ്കിൽ 1 എന്ന് അടിച്ചിട്ട് കൺട്രോൾ കീ കൂടി യൂസ് ചെയ്യാം. മൗസ് പ്ലസ് കൺട്രോൾ കീ കൊടുക്കുമ്പോൾ 2 പ്ലസ് മാർക്ക് കിട്ടും. അപ്പോൾ സീക്വൻസിൽ ഫില്ല് കിട്ടും. ഇവിടെ ഞാനിപ്പോൾ ഒരു വേർഡാണ് അടിച്ചത്. ജസ്റ്റ് ഞാനൊരു പദം അടിച്ചു, അതിനെ ഞാൻ റിപ്പീറ്റ് ചെയ്യാനാണെങ്കിൽ എങ്ങോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വേർഡിനെ കോപ്പി ചെയ്യണം. അപ്പം നമുക്ക് ഇങ്ങനെ സീക്വൻസ് ഫില്ല് ചെയ്യാം. അതല്ല, ഈ സ്ഥാനത്ത് ഞാൻ ജനുവരി എന്നുള്ളതിന് ജാൻ എന്ന് കൊടുത്തു, അല്ലെങ്കിൽ ജനുവരി എന്ന് ഫുൾ അടിച്ചു. ജാൻ എന്നാണ് കൊടുത്ത, ജനുവരി എന്ന് മീൻ ചെയ്ത് കഴിഞ്ഞാൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ എങ്ങനെ അങ്ങ് പോകും. കണ്ടേ, ലുക്ക് ദേ കണ്ടാ. അപ്പോൾ ഇവിടെ മന്ത് വന്നു. ഞാൻ ജാനുവരി എന്ന് ഫുള്ള് കൊടുത്തെങ്കിൽ അങ്ങനെ വന്നേനെ. ക്യാപിറ്റൽ കൊടുത്തെങ്കിൽ, ഇതിപ്പോൾ ഞാൻ ക്യാപിറ്റലാണ് അടിക്കുന്നതെങ്കിലോ, ഇങ്ങനെ ഞാൻ ക്യാപിറ്റലാണ് അടിച്ചെങ്കിലോ, അത് ഞാൻ കോപ്പി ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് മന്തിൻ്റെ എല്ലാ ലിസ്റ്റും അതേ രീതിയിൽ വരും. ഉണ്ടോ? അപ്പോൾ ഇനി അതുപോലെ സൺഡേ മൺഡേ എന്നാണ് ഞാൻ അടിക്കുന്നതെന്ന് നോക്കിയോ, ഒരു സീക്വൻഷ്യൽ ഡേയ്സ്, നെയിം ഓഫ് ഡേയ്സ് ആണ് ഇൻപുട്ട് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അങ്ങോട്ട് ഫില്ല് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല, ഫസ്റ്റിൽ അടിച്ചിട്ട് കോപ്പി ചെയ്യുക. സൺഡേ മൺഡേ ട്യൂസ്ഡേ വെഡ്നെസ്ഡേ തേഴ്സ്ഡേ, അത് എൻ്റെ കഴിയുമ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു ഡേറ്റ് ആണ് ഫില്ല് ചെയ്യേണ്ടത്. ഒരു മാസത്തെ ഡേറ്റ് നമുക്ക് വേണം. 01/01/2025 എന്നൊരു ഡേറ്റ് ഞാൻ ഇൻപുട്ട് ചെയ്തു. ഈ ഡേറ്റ് ഉണ്ടോ, ഫസ്റ്റ് അവിടെ ഒരു ഫെബ്രുവരി 1 അടിച്ചു. ഈ ഡേറ്റ് എനിക്ക് ഇങ്ങനെ കിട്ടണം. ഇതായി വന്നോ കണ്ടോ, എല്ലാ ഡേറ്റും വന്ന് 16 വന്ന് ഞാൻ താഴെ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ കൺട്രോൾ കീയുടെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് ഫുള്ള് ഡേറ്റ് കിട്ടും. ഉണ്ടോ? അവിടെ പിന്നെ എന്ത് ചെയ്തു, അത് അതുപോലെ റിപ്പീറ്റ് ചെയ്ത് വന്നു. ഫെബ്രുവരി എത്ര വരെ വന്ന്, 28 കഴിയുമ്പോൾ പിന്നെ ഡേറ്റ് മാറും. നമ്മൾ കൂടെ കൊടുത്തു അല്ലേ. ഫെബ്രുവരി 28 കഴിഞ്ഞിട്ട് കണ്ട 1 3 തൊട്ട് വന്നാണ്ട അങ്ങനെ അങ്ങ് പോകും. അപ്പം നമുക്ക് എങ്ങോട്ട് റോ ബേസിലോ കോളം ബേസിലോ എങ്ങനെ വേണം. അപ്പോൾ 5 2 മുതലാണ് വേണ്ടുന്നതെങ്കിൽ അവിടെ കൊടുത്തിട്ട് അങ്ങോട്ട് കൊടുക്കും. ഇവിടെ കോളം എടുത്തില്ലാത്തതുകൊണ്ടാണ്, കറക്റ്റ് കോളം എടുത്തല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെല്ലിനകത്ത് നിന്ന് ഫോമാറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോളം ഹൈറ്റ് കോളം എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് കോളം എടുത്തിനനുസരിച്ച് വരും. കോളം എടുത്ത് കൂട്ടി കൊടുത്താൽ മതി. നമ്മുടെ ഡബിൾ ക്ലിക്ക് ചെയ്താലും കോളം എടുത്ത് കൂടി കിട്ടും. വെച്ചിട്ട് ഡബിൾ ക്ലിക്ക് കൊടുത്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യുക, കറക്റ്റ് എടുത്തിന് വരും. ഉണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാം. ഓക്കെ, ഇപ്പം ഇങ്ങനെ ഫില്ല് ചെയ്യുന്നത് മനസ്സിലായല്ലോ. അപ്പോൾ നമ്പരോ ഡേയ്സ് മന്ത് ഒക്കെ നമുക്ക് ഫില്ല് ചെയ്യാൻ എളുപ്പ വഴി ഞാൻ ബ്ലാങ്ക് ചെയ്ത്. അപ്പോൾ ഇവിടെ നമ്മൾ സാലറി റിപ്പോർട്ടിൽ നമ്പേഴ്സ് ഫില്ല് ചെയ്തു. ഇനി നമുക്ക് വേണ്ടുന്നത് എന്താണ്, ഇവിടെ ഡിയർനെസ് അലവൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമുക്കൊരു ഫോർമുല യൂസ് ചെയ്യാം. ഡിയർനെസ് അലവൻസ് അതിൻ്റെ 15% വേണം. അതായത് ബേസിക് സാലറിയുടെ 15% 20% നമ്മൾ ജസ്റ്റ് ഒരു പെർസെൻറ്റേജ് ഞാൻ പറയുന്നതേ ഉള്ളൂ. ഈസിക്കൽ സൈൻ ഇട്ടിട്ട് ഈ കിടക്കുന്ന സെല്ലിൻ്റെ എത്ര ശതമാനം, 15%, 15/100 എന്ന് ഞാൻ എൻ്റർ ചെയ്തു. ഉണ്ടോ? ഈസിക്കൽ ടു എന്ന് ടൈപ്പ് ചെയ്തു, ഇൻറ്റു 15/100 എന്ന് ഞാൻ കൊടുത്തു. കണ്ടോ, ഈ ഫോർമുല ബാറിൽ കണ്ടോ, അത് വന്നത് ഫോർമുല കണ്ടോ. ഇനി ഞാൻ ഇത് എൻ്റർ അടിച്ചപ്പോൾ അവിടെ 4425 എന്ന് ഒരാൾക്ക് വന്നു.
ഇനി ഇത് ഞാൻ കോപ്പി ചെയ്യണം. ഈ കോർണറിൽ വരുന്ന പ്ലസ് മാർക്ക് നിങ്ങൾ നോക്കുക. ഈ പ്ലസ് മാർക്ക് ആകുമ്പോൾ മൗസ് ക്ലിക്ക് ചെയ്തൊന്ന് ഡ്രാഗ് ചെയ്യുക. നമുക്ക് എവിടെ വരെയാണോ വേണ്ടുന്ന ആ കോളം വരെ ഞാൻ ഡ്രാഗ് ചെയ്ത് എല്ലാവർക്കും എന്തായി, HRA ആയി. അല്ല സോറി, DA ആയി. ഇനി ഹൗസ് റെൻ്റ് അലവൻസ് നമുക്കൊരു 12% കണ്ടുപിടിക്കണം. ഒറിജിനൽ റേഷ്യോ ഒന്നും അല്ല ഞാൻ ഇടുന്നത്, അതേതിൻ്റെയാണ്, ഈ ബേസിക് പേയുടെ ഇൻറ്റു 12% ബൈ 100. 12/100 എന്ന് എൻ്റർ ചെയ്തു. കണ്ടോ, എൻ്റർ അടിച്ചു കഴിഞ്ഞപ്പോഴെന്ത് വന്നു, ആ ഫോമുല ബാറിൽ ഞാൻ ടൈപ്പ് ചെയ്ത ഫോമുല കാണിക്കുന്നുണ്ടോ, അതിങ്ങോട്ട് കോപ്പി ചെയ്ത് അത് ബാക്കിയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്തപ്പം ദേ ലുക്ക് ഹിയർ. ഇനി നമുക്ക് മെഡിക്കൽ അലവൻസ് ഒരു 2% കൊടുക്കണം. ഇതിൻ്റെ 2% ഇൻറ്റു ഈക്വൽ ടു എന്ത് ചെയ്യാം, ഈക്വൽ ടു കൊടുക്കാം. ബേസിക് ഈക്വൽ ടു സെൽ പൊസിഷൻ നോക്കിയോണം. ബേസിക് സാലറി ബേസിക് പേ ഇൻറ്റു 2/100 എന്ന് എൻ്റർ ചെയ്തു. അപ്പോൾ അത് കിട്ടിയുണ്ടോ, അത് ഞാനങ്ങോട്ട് കോപ്പി ചെയ്യാണ്. നമുക്ക് ബാക്കിയുള്ളവർ കൂടെ സെയിം റേഷ്യോ ആണ് നമുക്ക് കോപ്പി ചെയ്തെടുത്തൂടെ. ഇനി നമുക്ക് ഗ്രോസ് പേ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഈക്വൽ ദ സം ഓഫ് ദീസ് ബിലോ. ഓട്ടോ സം ക്ലിക്ക് ചെയ്താലും മതി നിങ്ങൾക്ക്. ഓട്ടോ സം ക്ലിക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഈ സെൽ MA HRA DA ബേസിക് പേ ഓക്കെ ഇൻപുട്ട് ചെയ്തു, എൻ്റർ അടിച്ചു, അത് കിട്ടി. ഇനി അത് കോപ്പി ചെയ്ത് നോക്കിയേ, താഴോട്ട് കോപ്പി ചെയ്തു. എല്ലാവർക്കും ആയല്ലോ, കണ്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഫോർമുല ബാറിൽ നിങ്ങൾ നോക്കിയാൽ സെൽ ടു സെൽ എന്ന് കാണിച്ചാൽ ഈക്വൽ ടു സം ഓഫ് ബ്രാക്കറ്റ് ഇടുക. ഏത് സെല്ല് മുതൽ ഒരു ഫുൾ കോളം കൊടുക്കുക, അടുത്ത സെല്ല് പറയും F3 മുതൽ I3 വരെ. അപ്പം നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, ഇത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇത് ഈ 2 രീതിയിലും ചെയ്യാം. ഇനി PF റേഷ്യോ വെച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം, ESA അതിൻ്റെ റേഷ്യോ വെച്ച് കണ്ടുപിടിക്കാൻ, എന്നിട്ട് അത് മൈനസ് ചെയ്തിട്ട് നെറ്റ് പേ എടുക്കാം. ഏത് ഫോമുല നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അരിത്തമാറ്റിക് ഫോമുലാസുകളെല്ലാം നമുക്ക് ഇനി നെക്സ്റ്റ് കുറച്ച് കൂടുതൽ ഫോമുല എടുക്കാം. ടൈം ആവുന്നുണ്ട്. ഓക്കെ ബൈ. ഇത്രയും നിങ്ങൾ CQ സീരിയൽ ഫില്ലിങ്ങും ഫോമുല കാൽക്കുലേഷനും ശ്രദ്ധിച്ച് ചെയ്ത് നോക്കും. ഓക്കെ, താങ്ക് യു, ബൈ.